സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച ഇന്ധന സെസ്സും നികുതി ഫീസ് വർധനകളും ഇന്നു മുതൽ പ്രാബല്യത്തിലായി. പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 2 രൂപ വീതം കൂടി. വിദേശ മദ്യത്തിന് 20 മുതൽ 40 രൂപ വരെ കൂടി. സാധാരണക്കാരന് അധിക ഭാരമായ വർധനകൾക്കെതിരെ UDF ഇന്ന് കരിദിനം ആചരിച്ചു. പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് കടന്നതോടെ മലയാളികൾക്ക് ചെലവും കൂടി. ബജറ്റിലെ പുതുക്കിയ നികുതി നിർദ്ദേശങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വന്നു. പെട്രോളും ഡീസലും ഇന്നു മുതൽ കൂടുതൽ പൊള്ളും. ലിറ്ററിന് 2 രൂപ കൂടി. ഇതിലൂടെ നിത്യോപയോഗ സാധനങ്ങൾക്കെല്ലാം വില ഉയരുമെന്ന് ഉറപ്പ്. എല്ലാ രീതിയിലും വിലക്കയറ്റം വരും. ഡീസലിനും പെട്രോളും വില കൂടിയാൽ എല്ലാ സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനം കടക്കം എല്ലാത്തിനും വില കയറും. സാധാരണ ഇപ്പൊ ഇന്ന് വിലയെടുത്ത് ജീവിക്കുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർ കഷ്ടപ്പെടും. ജീവിക്കാൻ പറ്റാത്ത കണ്ടീഷനായി ഇപ്പൊ. എന്ത് പറയാനാ, പറയാനില്ല. അവര് കൂട്ടുക കൊടുക്കുക. ഇത് യാതൊരു തത്വദീക്ഷയില്ലാത്ത വർധനമാണിത്. ഇത് ആളുകളുടെ കയ്യിൽ അമിതഭാരം ഏൽപ്പിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഭൂമിയുടെ ന്യായവില 20% വർദ്ധിച്ചത്. കെട്ടിട നികുതിയിൽ ഇന്നു മുതൽ 5% വർധന. മദ്യപാനം ഉപേക്ഷിച്ചാൽ ഭദ്രമായ നീക്കിയിരിപ്പുണ്ടാകും. കാരണം മദ്യത്തിനും വില കൂടി. ചെലവുകൾ നിയന്ത്രിച്ച് പുതിയ വർധനകൾക്കനുസരിച്ച് കുടുംബ ബജറ്റ് ക്രമീകരിക്കണമെന്ന് ചുരുക്കം. ജനജീവിതം ദുസ്സഹമാക്കിയ വർധനകൾക്കെതിരെ പ്രതിപക്ഷം ഇന്ന് കരിദിനം ആചരിച്ചു. സർക്കാരിന്റെ വാർഷികാഘോഷങ്ങളിലും UDF പങ്കെടുക്കില്ല. സംസ്ഥാന സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ടും അനാസ്ഥ കൊണ്ടുമാണ് ഈ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത തരത്തിലുള്ള ഇത്ര വലിയൊരു നികുതി ഭാരം ജനങ്ങളുടെ തലയിലേക്ക് വരുന്നത്. വൈദ്യുതി ചാർജ് കൂട്ടി, വെള്ളക്കരം കൂട്ടി, ഇന്ധന സെസ് വർദ്ധിപ്പിച്ചു, എല്ലാ തരത്തിലും നികുതി വർധനവാണ്. ഇത് ഇപ്പോൾ തന്നെ വിലക്കയറ്റത്തിലായിരുന്ന് ജീവിതം പൊറുതിമുട്ടിയ ആളുകൾക്ക് ജീവിതം കൂടുതൽ ദുരിതപൂർണമായി മാറും. എല്ലാ മണ്ഡലങ്ങളിലും നികുതി വർധനവിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് UDF സംഘടിപ്പിച്ചത്. ന്യൂസ് ഡെസ്ക്, News 18.